കേരളത്തിൽ എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള വളരെ കൃത്യമായ ഒരു ഭരണ സംവിധാനമൊക്കെയുള്ള ഒരു നാടാണിത്. ഇവിടെ ഓരോ തവണയും ഇത്തരത്തിലുള്ള ചില, അതായത് യൂണിഫോമിൻ്റെ കാര്യത്തിലായാലും ശരി, എന്തിനേറെ ഒരു അവാർഡ് മേടിക്കുന്നതിൽ പോലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം ഈ സാമുദായിക നേതാക്കന്മാരെ എങ്ങനെയാണ് കേരളം നോക്കിക്കാണുന്നത്? കേരളം മതസംഘടനകളുടെയും ഇത്തരത്തിലുള്ള മത തീവ്രവാദികളുടെയും ഒരു പിടിയിലേക്ക് കേരളം വരുന്നു എന്നുള്ളതാണ്. SFIയും DYFIയും പോലെയുള്ള ആളുകൾ ഈ പറയുന്ന മുസ്ലിം മതവിഭാഗത്തിലുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയി മിശ്ര വിഭാഗത്തിന് പ്രേരിപ്പിക്കുന്നു. അത് ഓരോ മഹല്ല് കമ്മിറ്റികളും പരിശോധിക്കണം, സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെയുള്ള DYFIക്കാരനും SFIക്കാരനും ഒക്കെ ആത്മാർത്ഥതയും നെഞ്ചുറപ്പും നട്ടല്ലും ഉണ്ടെങ്കിൽ അവനൊക്കെ എഴുന്നേറ്റ് എന്ന് പറയണം. മിസ്റ്റർ നാസർ ഫൈസി കൂടത്തായി ഇതുപോലെയുള്ള തോന്നിവാസം പറയരുതെന്ന് പറയണം. ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരണം എന്ന് ഉറപ്പിച്ചു പറയാനുള്ള ആർജവം നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാവണം. അപ്പം മുസ്ലിം ലീഗ് എന്നുള്ള സംഘടനയുടെ സ്ഥാനത്തിന് ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന PMA സലാം കൂടി ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ NSS ക്യാമ്പ് പോലും പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്തരം സംഘടനകൾക്ക് ആശയപരമായ അടിത്തറ നൽകുന്നതിൽ മുസ്ലിം ലീഗ് പങ്കുവഹിച്ചിട്ടുണ്ട്. എന്താണ് അടിത്തറ? കേരളത്തിലെ ധാർമ്മികത പഠിപ്പിക്കാനൊന്നും ഒരു മുസ്ലിം ലീഗിലെയും ഒരു സമസ്തയിലെയും നേതാക്കന്മാരൊന്നും ഇങ്ങോട്ട് വരണ്ട. അവരുടെ ഒരു മതത്തിനകത്ത് പോലും ആ മതത്തിലെ നിലപാടുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് നിലപാടുകളെ സ്വാധീനിക്കാൻ ഇവർ വരണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം CPM കാണിക്കേണ്ടതാണ്. കുട്ടികൾക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള വിഭാഗീയതകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമപരമായ ഒരു നീക്കം നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. മനസ്സിൽ അത്യന്തം പെർവേർട്ടുകളായിട്ടുള്ള വെറും വിവരം കെട്ട ഈ സെക്ഷലി മാനിയക്കുകളായിട്ടുള്ള ഇത്തരം ആളുകൾ വിചാരിക്കുന്ന ഒരു ആണും പെണ്ണും അടുത്തിരുന്നാൽ പിന്നെ അവർക്ക് ഒരൊറ്റ കാര്യമേ വിചാരിക്കാനുള്ളൂ, അത് സെക്സ് ആണെന്നാണ്. NSS ക്യാമ്പ് അവസാനിപ്പിക്കണമെന്നും NSS ക്യാമ്പിലൂടെ ജനറൽ ന്യൂട്രാലിറ്റി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്നും അതുപോലെ തന്നെ സ്വവർഗരതിയെക്കുറിച്ചും മറ്റ് മോശം കാര്യങ്ങളൊക്കെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെയുള്ള ആരോപണമായി സാധാരണ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാറുള്ള നാസർ ഫൈസി കൂടത്തായും ഇത്തവണ മറ്റൊരാൾ, ഒരു അതിഥി കൂടിയുണ്ട് ഈ വിഷയമായിട്ട്. അത് മറ്റാരുമല്ല, മുസ്ലിം ലീഗിൻ്റെ നേതാവ് PMA സലാമാണ്. ഇത് തെറ്റാണെന്നും ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രതീഷ്, യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള വളരെ കൃത്യമായ ഒരു ഭരണ സംവിധാനമൊക്കെയുള്ള ഒരു നാടാണിത്. ഇവിടെ ഓരോ തവണയും ഇത്തരത്തിലുള്ള ചില, അതായത് യൂണിഫോമിൻ്റെ കാര്യത്തിലായാലും ശരി, എന്തിനേറെ ഒരു അവാർഡ് മേടിക്കുന്നതിൽ പോലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം ഈ സാമുദായിക നേതാക്കന്മാരെ എങ്ങനെയാണ് കേരളം നോക്കിക്കാണുക? വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് കേരളത്തിൻ്റേത്. കാരണം ഒരുപാട് പുരോഗമനങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ നിന്നും കേരളം തിരിച്ചു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേരളം മതസംഘടനകളുടെയും ഇത്തരത്തിലുള്ള മത തീവ്രവാദികളുടെയും ഒരു പിടിയിലേക്ക് കേരളം വരുന്നു എന്നുള്ളതാണ്. വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട് അത് PSCക്ക് വിടാൻ തീരുമാനിച്ചപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു ഗവൺമെൻറ്. ജനറൽ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് പിന്നീട് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും കൂടി ഒരുമിച്ച് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് പതുക്കെ നൈസായിട്ട് അതിൽ നിന്ന് കൈ കഴുകി. അതിന് തൊട്ടു മുമ്പ് രാജേഷ് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു 10ാം ക്ലാസ്സിലെ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിക്കാമോടാ, നമുക്കങ്ങനെ ഒരു കീഴ്വഴക്കമില്ലല്ലോ, അതുകൊണ്ട് അത് എൻ്റെ അച്ഛനെയല്ലേ വിളിക്കേണ്ടത്, പെൺകുട്ടിയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ഒരു 10ാം ക്ലാസ്സുകാരിയെ പെൺകുട്ടിയെ, അതും ഏറ്റവും ഉയർന്ന മാർക്ക് മേടിച്ച പെൺകുട്ടിയെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിൻ്റെ ദൃശ്യം നമ്മൾ കണ്ടു. സത്യത്തിൽ അതിനെതിരെ തന്നെ കേസെടുക്കേണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാസർ ഫൈസി കൂടത്തായി എന്ന് പറഞ്ഞ ഒരാൾ, ഇപ്പം പ്രത്യേകിച്ചും നേരത്തേക്ക് ഇതൊക്കെ പറയാനൊരു ചമ്മലുണ്ടായിരുന്നു കേരള സമൂഹത്തിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പം ഒരു ചമ്മലുമില്ല. അതായത് രാജേഷ് ഓർക്കുണ്ടാവും, നമ്മൾ ഏതാണ്ട് 1 കൊല്ലം മുമ്പ് മറ്റൊരു ചാനലിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാണ്. അത് ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് കളിയുടെ ഭ്രാന്ത് കൂടുകയാണെന്നും പോർച്ചുഗീസ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ചും അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചൊക്കെ ഇയാൾ പറഞ്ഞു. ഇയാൾക്ക് യാതൊരു വിവരമില്ലാത്ത മനുഷ്യനാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഫലസ്തീനോട് കാണിച്ചിട്ടുള്ള അനുഭവവും അയാൾ കൊടുത്തിട്ടുള്ള ഫണ്ടും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല, ഇവർ അന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് ദൈവത്തെ അല്ലാത്ത മറ്റാരെയും ആരാധിക്കാൻ പാടില്ലെന്നും, അതുകൊണ്ട് ഫുട്ബോൾ ദൈവങ്ങളെ ആരാധിക്കുന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന് ഏറ്റവും വലിയ തെറ്റ്. അല്ല, ഫുട്ബോൾ ദൈവങ്ങളെ ആരാധിക്കും, ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടതാണ്. ഫുട്ബോൾ ദൈവങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണെന്നും അതുകൊണ്ട് മറ്റ് ദൈവമല്ലാതെ മറ്റൊരു ആരാധനാപാത്രങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം രാജേഷ്, ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞേക്കണ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതെന്താന്ന് കേട്ടോ,
SFIയും DYFIയും പോലെയുള്ള ആളുകൾ ഈ പറയുന്ന മുസ്ലിം മതവിഭാഗത്തിലുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയി മിശ്ര വിഭാഗത്തിന് പ്രേരിപ്പിക്കുന്നു. അത് ഓരോ മഹല്ല് കമ്മിറ്റികളും പരിശോധിക്കണം, സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിവിടുത്തെ DYFIക്കാരും SFIക്കാരും ഒക്കെ വല്ല കുണ്ടിലും പോയി ഒളിച്ചോന്നാണ്. കാരണം ഗവർണർക്കെതിരെ വടിയെടുക്കുന്ന, ഗവർണർക്കെതിരെ മറ്റേ കറങ്കൊടി കാണിക്കാനുള്ള പ്രതിഷേധം കാണിക്കുന്ന PM മാർഷോയും മറ്റേ DYFIയുടെ നേതാക്കന്മാർ സജീഷോ ഇനി മറ്റേ വസീഫോ ആരാണെങ്കിലും ശരി, പാവപ്പെട്ട ശരിക്കും നമ്മൾ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഇരുന്ന് അതിൻ്റെ അവതാരികർക്കെതിരെയൊക്കെ വലിയ ആക്രോശം നടത്തുന്ന ഇവർ സ്മൃതി പരുത്തിക്കാടിനെതിരെയൊക്കെ ആക്രോശം നടത്തുകയും സൈബർ പോരാളികളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ പ്രചരണം നയിക്കുകയും ചെയ്യുന്ന ഇവരെവിടെ പോയി വിളിച്ചു രാജേഷേ? ഇതിനെതിരെ ഒരു പ്രതിഷേധമുണ്ടായില്ല എന്ന് മാത്രമല്ല, EP ജയരാജൻ വളരെ സിമ്പിളായത് പറഞ്ഞു തീർത്തത് അത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ്, ഞാൻ മാറ്റാൻ ശ്രമിക്കുമെന്നാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം DYFIയും SFIയെ കുറിച്ചൊക്കെ നമുക്ക് പല വിമർശനങ്ങളുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ അവർ തട്ടിക്കൊണ്ടുപോയി മറ്റേ പെൺകുട്ടികളെ കല്യാണം കഴിക്കും ഏതെങ്കിലും മതത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നാസർ ഫൈസി കൂടത്തായി തിരുത്തി എന്താണെന്നറിയാമോ? അതായത് മറ്റേ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോകലെന്ന് ഉദ്ദേശിച്ചത് മാനസികമായി, അതായത് അതിന് പ്രതികരിക്കണം. ഞാൻ പറയണ്ട, മാനസികമായി എന്ത് ചെയ്യുന്നു, ആത്മാർത്ഥതയില്ലാതെ പ്രണയം നടിച്ചവരെ കീഴ്പ്പെടുത്തുന്നു. അതായത് ഇവിടെയുള്ള DYFIക്കാരും SFIക്കാരനും ഒക്കെ ആത്മാർത്ഥതയും നെഞ്ചുറപ്പും നട്ടല്ലും ഉണ്ടെങ്കിൽ അവനൊക്കെ എഴുന്നേറ്റ് എന്ന് പറയണം, മിസ്റ്റർ നാസർ ഫൈസി കൂടത്തായി ഇതുപോലെയുള്ള തോന്നിവാസം പറയരുതെന്ന് പറയണം, ഗവൺമെന്റിൽ പരാതി കൊടുക്കണം, നാസർ ഫൈസി കൂടത്തായിക്കെതിരെ കേസെടുക്കേണ്ടതാണ്. പക്ഷേ സുന്നി വിഭാഗത്തിന്റെ നേതാവാണെന്നുള്ളതുകൊണ്ട്, സമസ്തയുടെ ഒക്കെ ആളാണെന്നുള്ളത് കൊണ്ടും ഇവിടെ കുറച്ച് വോട്ടിന് പ്രശ്നമുണ്ടായാലോ എന്ന് വിചാരിച്ച് ഒരു നടപടിയും എടുക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞേക്കണ എന്താ, NSSന്റെ ക്യാമ്പുകളിൽ ഈ പറയുന്ന ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരണം എന്ന് ഉറപ്പിച്ചു പറയാനുള്ള ആർജവം നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാവണം. രാജേഷ്, ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഈ സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്താൻ ഗവൺമെന്റ് ആലോചിച്ചപ്പോൾ, അതായത് 8 മണി മുതൽ 1 മണി വരെ ആക്കിയിട്ടുണ്ടെങ്കിൽ വളരെ വിപ്ലവകരമായ മാറ്റമാണത്. കാരണം 8 മണി മുതൽ 1 മണി വരെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഡിലെ തിരക്ക് കുറയും, കുട്ടികൾക്ക് കുറെ കൂടി നന്നായി പഠിക്കാൻ പറ്റും. ഇതെല്ലാം ശരിക്കും ടോർപ്പിഡോ ചെയ്ത് കളഞ്ഞത് ഇവിടുത്തെ സമസ്ത ഈ പറയുന്ന സുന്നി വിഭാഗത്തിൻ്റെയൊക്കെ ആളുകളുടെ സമ്മർദ്ദം മൂലമാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും വിചാരിക്കുന്നില്ല CPM ഒരിക്കലും UDF നടത്തിയതുപോലെ ഒരു മതപ്രീണനം നടത്തുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ UDFന്റെ ലെവലിലേക്ക് എത്താൻ പരിശ്രമിക്കുന്ന CPMനെയാണ് നമ്മൾ കാണേണ്ടത്, LDFനെയാണ് നമ്മൾ കാണേണ്ടത്. ഇതിൽ എനിക്ക് പറയാനുള്ളത് LDFന്റെ ബാക്കിയുള്ള ഘടകകക്ഷികളോടാണ്. CPI ആണെങ്കിലും ബാക്കിയുള്ള RSP ആണെങ്കിലും ഈ പറയുന്ന ബാക്കിയുള്ള ഏത് പാർട്ടികളാണെങ്കിലും ശരി, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, LDFനെ കടപുഴക്കി എറിഞ്ഞത് ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ബംഗാളിൽ മാറ്റം വന്നതാണ്. ഇതേപോലെ പല പ്രീണനങ്ങൾക്കും കൂട്ടുനിന്നതാണ്. അതുകൊണ്ട് നട്ടലുള്ള DYFIക്കാരും SFIക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെ പ്രതികരിക്കേണ്ടതാണ്. അല്ല, ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു സാമുദായിക സംഘടന അല്ലെന്നും അത് ഈ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെന്നും അവർക്ക് വർഗീയമുഖം ഇല്ല എന്നൊക്കെ എല്ലാ ആളുകളും ഇവിടെ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. ആകെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് ശക്തിയുക്തം വാദിച്ചത് നേരത്തെ വിജയരാഘവൻ മാത്രമായിരുന്നു. വിജയരാഘവൻ ഇപ്പോൾ ഒന്നും മിണ്ടായിട്ടില്ല, കുറേ കാലമായിട്ട് മിണ്ടാറില്ല. അപ്പം മുസ്ലിം ലീഗ് എന്നുള്ള സംഘടനയുടെ സ്ഥാനത്തിന് പിന്നെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന PMA സലാം കൂടി ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ NSS ക്യാമ്പ് പോലും പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ജനാധിപത്യ ബോധം എന്താണ്? ഇവർ പറയുന്നത് എന്ത് മതേതരത്വം, ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നത് മതേതരത്വ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നാണ്. ഇതിലെവിടെയും മതേതരത്വം? ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ ഒരു മതേതരത്വ ബോധവുമില്ല. ഇതിലാകെ മുസ്ലിം ലീഗിന് പറയാവുന്ന ഒരു കാര്യം, ഈ മുസ്ലിം സമുദായത്തിനിടക്കുള്ള ചില തീവ്ര സംഘടനകൾ അവൾ ആയുധമെടുത്തുകൊണ്ട് പോരാടണമെന്നും ചില തീവ്ര നിലപാടുകളിലേക്ക് മാറിയപ്പോൾ അതിന് കൂടെ നിന്നില്ല എന്നുള്ളത് മുസ്ലിം ലീഗ് കൂടെ നിന്നില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കൂടെ നിൽക്കാത്തത് കൊണ്ട് കേരളത്തിൽ വലിയ വർഗീയ കലാപങ്ങളും ഒഴിവായിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ ഇത്തരം സംഘടനകൾക്ക് ആശയപരമായ അടിത്തറ നൽകുന്നതിൽ മുസ്ലിം ലീഗ് പങ്കുവഹിച്ചിട്ടുണ്ട്. എന്താണ് അടിത്തറ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. അതായത് ആ മതം എന്ന് പറയുന്നത്, അതിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് അത്രമാത്രം വലിയ കാര്യങ്ങളാണെന്നും അതൊരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മാറ്റാൻ കഴിയില്ലെന്നുമുള്ള ആശയപരമായ ഒരു ദൃഢത അത് മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ ആശയപരമായ ദൃഢതയുടെ മുകളിലാണ് ബാക്കിയുള്ള തീവ്ര നിലപാടുകാരെല്ലാം സ്വന്തം ബിൽഡിംഗ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന് ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. പിന്നെ രാജേഷ്,
ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടമിടാത്ത മുസ്ലിങ്ങൾ എന്നാണ് മറ്റേ എന്താ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാടുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തില് ഇവർക്ക് എന്തും പറയാമെന്നും ഒരു സമൂഹത്തിലെ സ്ത്രീകൾ അവര് നല്ലവരാണോ ചീത്തയാണോ, അവരുടെ ധാർമ്മികത എന്താണ്, അവർ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ ഇയാളാരാണെന്നേ. ഞാൻ പറഞ്ഞത് ഉമർ ഫൈസി മുക്കമാണെങ്കിലും നാസർ ഫൈസി കൂടത്തായി ആണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവരാരാണ്? കേരളത്തിലെ ധാർമ്മികത പഠിപ്പിക്കാനൊന്നും ഒരു മുസ്ലിം ലീഗിലെയും ഒരു സമസ്തയിലെയും നേതാക്കന്മാരൊന്നും ഇങ്ങോട്ട് വരണ്ട. അവരുടെ ഒരു മതത്തിനകത്ത് പോലും ആ മതത്തിലെ നിലപാടുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് നിലപാടുകളെ സ്വാധീനിക്കാൻ ഇവർ വരണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം CPM കാണിക്കേണ്ടതാണ്. അല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട വേറെ ചില പ്രസ്താവനകൾ അത് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് മുസ്ലിം വിരുദ്ധമാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇത് ഓണം നാളിൽ നമ്മൾ കാണുന്നതാണ്, ക്രിസ്മസ് നാളിൽ കാണുന്നതാണ്. ഇതൊന്നും നമ്മുമായി ബന്ധപ്പെട്ടല്ലെന്നും അതുകൊണ്ട് ഇത്തരം ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിലൊന്നും ആരും പങ്കെടുക്കാൻ പാടില്ല, ഈ ആഘോഷങ്ങളിലൊന്നും മുസ്ലിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചില മത നേതാക്കന്മാർ പ്രസ്താവന ഇറക്കുന്നത് കണ്ടു. ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന വലിയ ഒരു ഹാർമണി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചാരവേലകൾ തന്നെയാണെന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഒരിക്കലും ഏതെങ്കിലും ഒരു മതസ്ഥരുടെ പ്രത്യേക തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ഒന്നും എല്ലാ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിംഗ്ലി തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ പള്ളി പെരുന്നാളായാലും ശരി, ഉറൂസ് ആയാലും ശരി, അല്ലെങ്കിൽ ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ ആളുകളും പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ കുറച്ചുകൂടി മതസൗഹാർദ്ദം. മറ്റ് സ്റ്റേറ്റുകൾ ഇപ്പോൾ നമുക്ക് UP-യിലെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും അസാമിലെ പോലെയോ ഒന്നല്ല. ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ ഏതാണ്ട് ഒരുമിച്ച് ചേർന്ന് അങ്ങനെ പ്രത്യേകം ടെറിട്ടറി ആയിട്ടൊന്നും ജീവിക്കുന്ന ഒരു പ്രദേശമല്ല ഇത്. ഇതെല്ലാ ആളുകളും വലിയ സാംസ്കാരികമായും ഒക്കെ കുറച്ചും കൂടി ഉന്നത നിലവാരം പുലർത്തുന്ന എല്ലാ ജനങ്ങളും ഒരുമിച്ചൊക്കെ ജീവിച്ചു പോകുന്നവരെ തന്നെയാണ്. പക്ഷേ അവർക്കിടയിലുള്ള കമ്പാർട്ട്മെന്റലൈസേഷൻ ഉണ്ടാക്കി നേട്ടം കൊയ്യാൻ വേണ്ടിയാണ് ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ശ്രമിക്കുന്നതിന് യാതൊരു സംശയമില്ല. ഇപ്പൊ കുട്ടികൾക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള വിഭാഗീയതകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമപരമായ ഒരു നീക്കം നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. ഇപ്പൊ NSS ക്യാമ്പ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്കറിയാം, കോളേജിലൊക്കെ പഠിച്ച എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്, NSS ക്യാമ്പ് വലിയ തോതിലുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുറെ കുട്ടികളെ ക്യാമ്പ് ചെയ്ത് അവർ ഡേ നൈറ്റ് അവർ വർക്ക് ചെയ്യും, പകൽ സമയത്ത് അവർ പല ജോലികളിൽ ഏർപ്പെടുകയും രാത്രി സമയത്ത് കുറെ ആളുകളൊക്കെ കൂട്ടിച്ചേർന്നുകൊണ്ട് കലാപരിപാടിയോ അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ട് വലിയൊരു കൂട്ടായ്മ സൃഷ്ടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഈ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ സ്വവർഗരതിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇവരിപ്പോൾ ആലോചിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് സ്വവർഗരതിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇത് നിയമപരമായി നടപ്പിലാക്കുമെന്ന് ഇവരുടെ പേടി. മറ്റു പല സ്ഥലങ്ങളിലൊക്കെ പോലെ ഇവിടെ നിയമപരമായി നടപ്പിലാക്കിയേക്കുമോ എന്നുള്ള ചില ഭയങ്ങളൊക്കെ ഇതിൻ്റെ പേരിലുണ്ട്. പക്ഷേ ഈ സ്വവർഗ ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുന്നത് കുട്ടികൾ പഠിച്ചിരിക്കേണ്ടതെന്ന്, സെക്സ് എഡ്യൂക്കേഷനൊക്കെ ശരിക്കും പറഞ്ഞ കുട്ടികളിലേക്കൊക്കെ വരണം. അല്ലാതെ ഇതൊക്കെ അടച്ചൊതുക്കി നിർത്തേണ്ടതാണെന്ന്. കുഴപ്പമില്ലെന്നറിയാമോ രാജേഷ്, ഈ വിവരം അടുത്തുകൂടി പോലും പോയിട്ടില്ലാത്ത, യാതൊരു ബോധവും വെളിവുമില്ലാത്ത കുറെ ആളുകൾ നേതാക്കന്മാരായി വന്നേക്കാണ് കേരളത്തിൽ. രാജേഷ് അറിയേണ്ടത്, ഈ കുട്ടികൾ ജനറൽ ന്യൂട്രലാണ്, അതുപോലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, മറ്റേ സെക്സ് എഡ്യൂക്കേഷൻ നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരിൽ ചിലരൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് ഓർമ്മയുണ്ടാവും രാജേഷ്. അതായത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചിരുത്തി, അതായത് വളരെ മോശപ്പെട്ട രീതിയിലേക്ക് കേരളത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ പോകുന്നു എന്നാണ് വിചാരിച്ചത്. ഒരു കാര്യം ഞാൻ രാജേഷോട് കൃത്യമായിട്ട് പറയാം, മനസ്സിൽ അത്യന്ത പെർവേർട്ടുകളായിട്ടുള്ള വെറും വിവരം കെട്ട ഈ സെക്ഷലി മാനിയക്കുകളായിട്ടുള്ള ഇത്തരം ആളുകൾ വിചാരിക്കുന്ന ഒരു ആണും പെണ്ണും അടുത്തിരുന്നാൽ പിന്നെ അവർക്ക് ഒരൊറ്റ കാര്യമേ വിചാരിക്കാനുള്ളൂ, അത് സെക്സ് ആണെന്നാണ്. പിന്നെ രാജേഷ് പറഞ്ഞ കാര്യത്തിന്റെ എലാബറേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആരാണ് ഇവിടെ ഹോമോസെക്ഷൽസ്, ആരാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ചർച്ചയോ സർവേയോ വിശദമായിട്ടുള്ള സർവേയോ ഒക്കെ നടത്തിയ പണിവാളും. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള വിവരക്കേടുകൾ ഇവർ ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇവർ മാത്രമല്ല രാജേഷ്, നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ രാജേഷൊക്കെ എനിക്കറിയില്ല നോക്കുന്നുണ്ടോന്ന്, ബാക്കിയുള്ള ഞാനിപ്പോൾ പേര് പറയുന്നില്ല, നിരവധി ആളുകൾ വന്ന് എല്ലാ ദിവസവും യൂട്യൂബിലിരുന്ന് ആളുകളെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മതത്തിലേക്ക് കൂടുതൽ അടുക്കണം, അങ്ങനെ അടുപ്പിക്കുന്നതിൻ്റെയും തീവ്ര നിലപാടുകൾ വരുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെ ഈ ഡ്രസ്സിങ്ങിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ തന്നെ വ്യത്യാസം വരുന്നത്. മുൻകാലങ്ങളിൽ ഒന്നും ഇല്ലാതിരുന്ന രീതിയിൽ വലിയ തോതിലുള്ള ഈ പറയുന്ന ഒരു മതപരമായ ചടങ്ങുകളുടെയും അതിൻ്റെ റിജിഡിറ്റിയും ഒക്കെ കൂട്ടുന്നതിൻ്റെ കാരണം ഇത്തരത്തിലുള്ളൊരു കാര്യമാണ്. പിന്നെ രാജേഷ് പറഞ്ഞ ഇപ്പൊ എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭൂരിപക്ഷ വർഗീയത വളരും. ഭൂരിപക്ഷ വർഗീയത വളരുമ്പോൾ തന്നെ അത് ന്യൂനപക്ഷ വർഗീയത
1906 ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ടായത്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്ത് ഹിന്ദു മഹാസഭയും രാഷ്ട്രീയ സ്വയംസേവക സംഘമൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ചെറിയ ചില തരികിട പണികളിലൂടെ ഇവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അജണ്ടകൾ ഈ സമുദായത്തിനിടക്കോട്ട് ഇത് അടിച്ചേൽപ്പിക്കുകയാണ്. അറിവില്ലാത്ത സാധാരണക്കാരായ നിരവധി സമുദായത്തിലുള്ള ആളുകൾ ഇതിനകത്തേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? സംഭവിക്കുന്നത് അവരുടെ കുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസം കിട്ടാനോ അവരുടെ കുട്ടികൾക്ക് ഉയർച്ച കിട്ടാനോ ഒക്കെയുള്ള സാധ്യതകൾ ഒഴിവാകുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട് രാഷ്ട്രീയം, ഏത് സമുദായത്തിലാണെങ്കിലും അത് ഈഴവ സമുദായത്തിലായിക്കോട്ടെ, NSSലായിക്കോട്ടെ, മുസ്ലിം സമുദായത്തിലായിക്കോട്ടെ, ഷിയകളുടെ ഇടക്കായിക്കോട്ടെ, സുന്നികളുടെ ഇടക്കായിക്കോട്ടെ, ഇതെല്ലാം ബാധകമാകുന്നത് ആർക്കാണെന്ന് അറിയോ രാഷ്ട്രീയം? പാവപ്പെട്ട സാധാരണക്കാര് മാത്രമാണ്. അവരുടെ സമ്പന്നരായ ആളുകളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും 4-ാം കെട്ടിന് കെട്ടിച്ചു കൊടുക്കുന്നുണ്ടോ? സമ്പന്നരായ ആളുകളുടെങ്കിലും വീട്ടിൽ നിന്ന് നീ വിദേശത്ത് പോയി പഠിക്കണ്ടെന്ന് പറയുന്നുണ്ടോ? അവിടെ പോയിട്ട് തട്ടനിട്ട് തന്നെയാണോ ജീവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കുന്നുണ്ടോ? അപ്പൊ ഇതൊന്നും നോക്കാൻ നമ്മൾ ഇതൊക്കെ നമ്മൾ എന്തിനാ പറയുന്നത്? മുഹമ്മദ് അലി ജിന്ന എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ജിന്നയുടെ ഭാര്യയോ അല്ലെങ്കിൽ ജിന്നയോ ഒക്കെ തന്നെ വളരെ മതപരമായി ജീവിച്ചിരുന്ന ഒരാളാണോ? അപ്പൊ ഇതൊക്കെ തന്നെ ഈ പറയുന്ന സാധാരണക്കാരായ ജനങ്ങൾ എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്കിനെ കൂടെ നിർത്തിക്കൊണ്ട് ഭരണകൂടത്തോട് വില പേശാനുള്ള ഐഡിയ ആണ്. പക്ഷെ അതിൽ കേരളം പോയിട്ട് വിജയിച്ചിരിക്കുന്നു. അങ്ങനെ വിജയിക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചിരിക്കുന്നു. ആ വിജയിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രാജേഷ് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കമ്പാർട്ട്മെന്റായി തിരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളരെ വലിയ ഡേഞ്ചറാണ്. ഇതേപോലെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്തുകൊണ്ടാണ് രാജേഷ് മണിപ്പൂരിൽ ഇപ്പൊ വലിയ വംശീയ കലാപം ഉണ്ടായത്. ലോകത്തെവിടെയും വലിയ വംശീയമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഇതുപോലെ വിഭജിക്കുകയും ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കുകയും ആ ശത്രുവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മുടെ ബലം കൂട്ടുകയും ചെയ്യുക എന്ന് പറയുന്നത് താൽക്കാലികമായ തന്ത്രമാണ്. ജനം തിരിച്ചറിയും. പക്ഷെ തിരിച്ചറിയുമ്പോഴേക്കും ഒരു നമ്മുടെ ഒരു ജീവിതകാലമോ അല്ലെങ്കിൽ അതിലുള്ള ഒരുപാട് ദുരന്തങ്ങളോ നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് നാസർ ഫൈസി കൂടത്തായേക്ക് അടക്കിയിരുത്താൻ ഇവിടെയുള്ള ഗവൺമെന്റ് തയ്യാറാകണം.